അപ്പോൾ ഞാൻ എൻ്റെ ഓൺലൈൻ സ്കൂളിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ഇന്ന് നമ്മൾ അവിടുത്തെ ടീച്ചേഴ്സ് മീറ്റപ്പ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് അവിടെ പോവാം. 9 മണിക്ക് എത്തേണ്ട പ്രോഗ്രാമിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ 9:30-ക്കാണ് കേട്ടോ. ഹലോ, അപ്പം നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ആദ്യമായിട്ട് കാണാൻ പോവാണ് കേട്ടോ. ലേറ്റ് ആയിട്ട് എത്തിയതുകൊണ്ട് തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിരുന്നു തന്നത്. പെട്ടെന്ന് ഒന്നും കിട്ടാതെ കുറച്ചു നേരം ബന്ധപ്പെടിച്ചെന്നു. അറ്റ്ലാസ് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാട്ട് തന്നെ പാടി. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് മീറ്റപ്പിന്റെ കൂടെ തന്നെ അവിടെ ഒരു കോൺവെക്കേഷനും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരുടെയും കുറേ അധികം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഈ സെന്ററിൽ നിൽക്കുന്ന മണവാട്ടി ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാം ആണ് കേട്ടോ. മോനെയും കൊണ്ട് എങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കാന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തു. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് പ്രാക്ടീസ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എനിക്കായിരുന്നു ആങ്കറിങ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ ഒരു ക്ലിപ്പ് പോലും എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞല്ലോ, മോനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് ഒന്നും വിചാരിച്ച പോലെ കിട്ടിയിട്ടില്ല. കിട്ടിയ ക്ലിപ്സൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളെല്ലാവരുടെ ടീമും കൂടെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു, ഗിഫ്റ്റൊക്കെ കൈമാറി. ഇതുവരെയായിട്ട് നേരിട്ട് കാണാത്ത, ഓൺലൈനിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് പേരെ കണ്ടു കേട്ടോ. പിന്നെ അതേപോലെ എനിക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇപ്പോൾ പൊട്ടിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്. സോ ഞാൻ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചു നോക്കി. തന്ന ആളുടെ മുന്നിൽ തന്നെ പൊട്ടിച്ചു നോക്കിയിട്ട് നല്ല അടിപൊളി ബാഗായിരുന്നു. അപ്പം അതൊക്കെ കിട്ടി. ഇത് നമുക്ക് സ്കൂളിൻ്റെ വക അവർ നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിവേ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ ഓക്കെ, ബൈ.